കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 27 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഭയിൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധനുണ്ട്. വിശുദ്ധ ജോസഫ് കൊട്ടലങ്കോയിലെ വിശുദ്ധ ജോസഫ്. അദ്ദേഹം സ്ഥാപിച്ച സഭയും അതിൽ കർത്താവിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന സന്യസ്തരുമുണ്ട്. ഈ വിശുദ്ധൻ ഒരിക്കൽ അഭയമില്ലാതെ ഭവനമില്ലാതിരുന്ന ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വീട് വാടകയ്ക്കെടുത്ത്, അദ്ദേഹത്തിൻ്റെ തന്നെ ചെലവിൽ ഒരു വാടകയ്ക്കെടുത്തിട്ട് ആ വീട് അവർക്ക് താമസിക്കാൻ കൊടുത്തു. അതിനുശേഷം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഇതേക്കുറിച്ച് അറിഞ്ഞ വ്യക്തികളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന് അവസാനം അതൊരു ആതുരാലയമായി മാറി. ഒരു ദിവസം തന്നെ ഒരു 9,000 പേരൊക്കെ അവിടെ വന്ന് അഭയം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം സ്വീകരിച്ചു പോകുന്ന ആ അവസ്ഥയിലേക്ക് അത് ഉയർത്തപ്പെട്ടു. ധാരാളം ബുദ്ധിമാന്ദ്യമുള്ളവർ, ഭിന്നശേഷിക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ അഭയം നൽകിയ ഒരു ഭവനമായിട്ട് അത് മാറി. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ മുമ്പോട്ട് വന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ചുയർത്തിയത്. ഇനി അതിന് ഈ സ്ഥാപനം വളർന്നു വന്നപ്പോൾ അതിൻ്റെ കൂടുതൽ കെട്ടിടം പണിക്കും കാര്യങ്ങൾക്കൊക്കെ ഈ ജോസഫ് തന്നെ അവരുടെ പണിക്കാരുടെ കൂടെ നിന്ന് മണ്ണും കല്ലും ഒക്കെ ചുമക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. അത്രമാത്രം എളിമയോടെ ജീവിച്ച വ്യക്തി. അതുപോലെ തന്നെ ഈ ബുദ്ധിമാന്ദ്യം വന്ന കുഞ്ഞുങ്ങളെ, അങ്ങനെയുള്ളവരെയൊക്കെ അദ്ദേഹം വിളിച്ചിരുന്നത് എൻ്റെ മാലാഖ കുഞ്ഞുങ്ങൾ എന്നാണ്. അത്രമാത്രം സ്നേഹം കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, മനുഷ്യപ്രയത്നം കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം അനുഗ്രഹപ്രദമാകും എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് സമ്പത്തിനേക്കാളും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയൊരു വിശാലമായിട്ടുള്ള ഹൃദയം. അതുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നെങ്കിൽ, എളിമപ്പെട്ട് കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ, അങ്ങനെയുള്ളവരെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് ഈ വിശുദ്ധനിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 തരത്തിൽപ്പെട്ടതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സമാധാനവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. ഒരു ഗണം അസമാധാനത്തിൽ കഴിയുന്നവർ, സമാധാനമില്ലാതെ കഴിയുന്ന വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അസമാധാനത്തിൻ്റെ കാരണമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാപമാണ്. യെശയ്യാ 57 അധ്യായം, യെശയ്യാ 59 അധ്യായം, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പാപിക്ക് സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് അസമാധാനമുള്ളവർ അതിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് പാപജീവിതത്തെക്കുറിച്ചാണ്. എൻ്റെ പാപം മൂലമാണ് എനിക്ക് സമാധാനമില്ലാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് പാപം ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ അത് നമുക്ക് സമാധാനം കൊണ്ടുവരുന്ന അനുഭവം നമുക്കുണ്ടാകും.
നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള പദമാണ് ഷാലോം. ഷാലോം എന്ന പദത്തിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്ത അവസ്ഥ. ഷാലോം, സമാധാനം, യുദ്ധമില്ലാത്ത അവസ്ഥ. ദൈവത്തിനെതിരെയുള്ള യുദ്ധം, നമ്മുടെ തന്നെ ശരീരത്തിനെതിരെയുള്ള യുദ്ധം, മറ്റുള്ളവർക്കെതിരെയുള്ള യുദ്ധം, ഇതെല്ലാം പാപത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം നമുക്ക് പാപം വെടിയാൻ സാധിച്ചാൽ സമാധാനം കൈവരും എന്നുള്ളത് നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു സന്ദേശമാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ലോകം തരുന്ന സമാധാനത്തിൽ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ, അവർക്ക് മാരകമായ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ അങ്ങനെ അസ്വസ്ഥതകളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു സമാധാനത്തിലാണ്. അത് ലോകം തരുന്ന ഒരു സമാധാനമാണ്. യേശു ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പഠിപ്പിച്ചിരിക്കുന്നത് യോഹന്നാൻ 14:27 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. ഇത് പലരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കയറിപ്പോയാൽ മതി, വിദേശത്തെത്തിയാൽ മതി, സമാധാനമായേനെ എന്ന് പറഞ്ഞ് അങ്ങനെ കയറിപ്പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാണ്, വരാതിരിക്കായിരുന്നെങ്കിൽ ഇതിലും സമാധാനം ഉണ്ടായേനെ. അപ്പം അതുകൊണ്ട് ലോകം തരുന്ന സമാധാനം, നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ സമാധാനമാകും, അല്ലെ ഈ രോഗം മാറിയാൽ സമാധാനമാകും, കടബാധ്യത മാറിയാൽ സമാധാനമാകും എന്നൊക്കെ ചിന്തിക്കുന്നത് ഒക്കെ ലോകം തരുന്ന സമാധാനമാണ്. ഇനി അത് നടന്നാൽ പോലും ശരിക്കുള്ള സമാധാനം നമ്മൾ അനുഭവിച്ചെന്ന് വരില്ല. ഇനി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സമാധാനം ദൈവം തരുന്ന സമാധാനമാണ്. ഈ സമാധാനം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഈ സമാധാനം നമുക്ക് ദൈവവുമായിട്ട് ശരിയായൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ കിട്ടുന്നതാണ്. സമാധാനപൂർവ്വം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ ബന്ധത്തിൽ ജീവിക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, ഈ ഒരു ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് ആന്തരികമായിട്ടുള്ള ഒരു സമാധാനം. നമുക്ക് കാണാൻ സാധിക്കും, ഇത് ജയിലിൽ കിടന്നാൽ നമുക്ക് സമാധാനത്തിൽ അവിടെ കിടക്കാൻ പറ്റും വേണമെങ്കിൽ, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:25 മുതൽ വായിക്കുമ്പോൾ, പൗലോസും സീലാസും അവർ കാരാഗ്രഹത്തിലായിരുന്നു. അവരവിടെ കിടന്നത് അസമാധാനത്തിലൊന്നുമല്ല, അവരവിടെ കിടന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊന്നുമല്ല. കൈകാലികൾ ബന്ധിക്കപ്പെട്ടിരുന്നു, പക്ഷേ അവർക്ക് ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നമുക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് വലിയ ഒരു അത്ഭുതമാണ്. കാരാഗ്രഹത്തിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീണു, വാതിലുകൾ പറഞ്ഞു പോയി, അവരുടെ കൈകാലുകളിൽ ഉണ്ടായിരുന്ന ചങ്ങലകൾ പൊട്ടി വീണ് അവർ യഥാർത്ഥത്തിൽ ഫിസിക്കലിയും സ്വതന്ത്രരായി മാറി. ശരീരത്തിലുണ്ടായിരുന്ന ബന്ധനങ്ങൾ പോലും അഴിഞ്ഞു. കാരണം ആന്തരിക സ്വാതന്ത്ര്യം, സമാധാനം അവരനുഭവിച്ചിരുന്നത് കൊണ്ട് അവർക്ക് ആ സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു വ്യക്തിയുണ്ട്, ആന്തരിക സമാധാനം അനുഭവിച്ച വ്യക്തി. ആ വ്യക്തിയാണ് പൗലോസ്ലീഹ. അവനെ പീഡിപ്പിച്ച് അവസാനം മരിച്ചു പൊക്കോളും എന്ന് വിചാരിച്ച് വഴിയെ വലിച്ചുകൊണ്ട് പോയിട്ട് വഴിയിലിട്ടിട്ട് പോയതാണ്. നമ്മൾ കാണുകയാണ്, അത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും പൗലോസിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടില്ല. കാരണം അവന് ലഭിച്ച സമാധാനം ദൈവത്തിൽ നിന്ന് കിട്ടിയ സമാധാനം, ദൈവത്തെ അനുഭവിച്ചപ്പോൾ അവന് കിട്ടിയ സമാധാനം. അതുകൊണ്ട് പീഡനത്തിൻ്റെ നടുവിലും അവന് സമാധാനം ഉണ്ടായിരുന്നു. അവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് വിചാരിച്ച് അവൻ്റെ സമാധാനം പോവുമോ? പോകത്തില്ല. അവനൊരു രോഗം വന്നെന്ന് വിചാരിച്ച് അവൻ്റെ സമാധാനം പോവുമോ? പോകത്തില്ല. അവനൊരു കടബാധ്യത വന്നെന്ന് വിചാരിച്ച് അവൻ്റെ സമാധാനം പോവുമോ? പോകത്തില്ല. ഇന്ന് നമ്മുടെയൊക്കെ സമാധാനം പോകാൻ എത്ര എളുപ്പമാണ്. ചെറുതായിട്ട് കാര്യങ്ങളൊന്ന് കണക്കൂടലൊന്ന് തെറ്റിയാൽ മതി, ഉടനെ പിന്നെ അസമാധാനമായി, പിന്നെ നമുക്ക് അസ്വസ്ഥതയായി, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ശരിക്കുള്ള സമാധാനം നമുക്ക് തരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കാണുന്നുണ്ട്, ഈ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹത്തെ സിംഹങ്ങളുടെ മടയിലേക്ക് എറിയാൻ കൊണ്ടുപോകുമ്പോൾ കൈകാലുകളിലെല്ലാം ചങ്ങലയും വിലങ്ങുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന ഇതിനേക്കാൾ ഭയങ്കര. ഓൾറെഡി അവർ കൈകാലുകളെല്ലാം ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു, എന്നിട്ട് കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയാണ്? സിംഹക്കുഴിയിലേക്ക് എറിയാൻ.
അവിടെ വരാനിരിക്കുന്നത് ഇതിനേക്കാൾ ഭയങ്കരമായ കാര്യമാണെന്ന് ആ മനുഷ്യൻ അറിയായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ കാണുകയാണ്, പോയ വഴിക്ക് പ്രാർത്ഥിച്ച് പോയ ആ മനുഷ്യന് ഭയങ്കരമായൊരു അനുഭവം ഉണ്ടായി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ ചങ്ങലകൾ എനിക്ക് പവിഴമാല പോലെയാണല്ലോ അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ആ ചങ്ങലകൾ അദ്ദേഹത്തിൻ്റെ സമാധാനം എടുത്ത് മാറ്റിയില്ല. ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ സിംഹങ്ങളുടെ വായിലേക്ക് തൻ്റെ ശരീരം പോകുന്നത് അദ്ദേഹത്തിൻ്റെ സമാധാനം എടുത്തു കളഞ്ഞില്ല. ഇതൊക്കെയാണ് യഥാർത്ഥ സമാധാനം. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതിന് ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധമാണ്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ വേണ്ട ആത്മീയ വളർച്ചയ്ക്കായി, അഭിഷേകത്തിനായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.